നന്ദിപുരം മാഞ്ഞൂരിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി. വ്യാപക കൃഷിനാശത്തിൽ കർഷകർ. 200ഓളം വീടുകളും ദുരിതത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഈ പ്രദേശത്ത് വെള്ളം ഉയരുകയായിരുന്നു. നിരവധി കുലച്ച വാഴകളും ജാതി, തെങ്ങ് മുതലായവയും വെള്ളത്തിനടിയിലാണ്. വീടുകളിലും വെള്ളം കയറുന്നത് തുടർക്കഥയാകുന്നു. ആറ്റപ്പള്ളി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയ സമയം മുതൽ ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രളയത്തിലും ഏറ്റവും കൂടുതൽ ദുരിതം നേരിട്ട പ്രദേശങ്ങളിലൊന്നാണ് മാഞ്ഞൂർ എന്ന് നാട്ടുകാർ പറയുന്നു. 2018 പ്രളയവും ഭീകരമായി ബാധിച്ചിട്ടുണ്ട്. കുറുമാലിപ്പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കൂട്ടുന്നു. ഇവിടെ നിന്നും സുഗമമായി സഞ്ചരിക്കാൻ ചക്കാലക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിന് 13 കോടി രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചിട്ട് 2 വർഷമായെന്നും ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം പണി തുടങ്ങുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അധികം പ്രളയം ബാധിക്കുന്ന ഒരു വാർഡാണ് മാഞ്ഞൂർ വാർഡ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വാർഡിൻ്റെ ഒരു ഭൂഘടന തന്നെ കുറുമാലിപ്പുഴയിൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു വാർഡാണ്. ഇതിന് ചുറ്റും പുഴ ഒഴുകുന്നൊരു സംവിധാനമാണ്. 2018-ലും 2019-ലും പ്രളയം നന്നായി ബാധിച്ച ഒരു വാർഡ് കൂടിയാണ്. നമുക്കറിയാം, നിരവധി കർഷകരുടെ അവരുടെ ഒരു വർഷത്തെ പ്രയത്നത്തിന് ഫലമായിട്ടുള്ള വാഴകളൊക്കെ നശിച്ചു നിൽക്കുന്നത് എല്ലാവരും കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രളയം വന്നു കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ ഒരു പ്രത്യേകത, ഈ വാർഡ് ഒറ്റപ്പെടും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളിപ്പോൾ വരുന്നത് ആറ്റപ്പള്ളി ഈ കണക്റ്റഡ് ആറ്റപ്പള്ളിയിൽ നിന്ന് നന്ദിപുരത്ത് കണക്റ്റഡുള്ള പ്രധാന റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിലൊരു പെയ്ത്ത് വെള്ളം വന്നാൽ പോലും അപ്പോഴേക്കും വെള്ളം മുഴുവൻ ചുറ്റപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഈ പ്രളയം വന്നു കഴിഞ്ഞാൽ ഇവിടെ 400ഓളം പേര് അല്ലെങ്കിൽ ഒരു 200ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പുറത്തുനിന്നൊരു സഹായം പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം 2018-ലും 2019-ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനേകൊരു പോം വഴി എന്ന് പറഞ്ഞാൽ മാഞ്ഞൂർ ചക്കാലക്കടവ് പാലാണ്. ഈ പാലത്തിന്റെ എന്ന് പറയാ 13 കോടി രൂപ സംസ്ഥാന സർക്കാർ പാസ്സാക്കി ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായി. ഇപ്പോഴും അതൊരു ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലമേറ്റെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു. അതിൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇതിങ്ങനെ സർക്കാർ കുറെ നാളുകളായിട്ട് നീട്ടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഏറ്റവും വലിയൊരു ആവശ്യമാണ് മാഞ്ഞൂർ ചക്കാലക്കടവ് പാലം വരിക എന്നുള്ളത്. ബന്ധപ്പെട്ട MLA-യും MP അടക്കമുള്ള എല്ലാ ആളുകളും സംസ്ഥാന സർക്കാരും ഈ നാട്ടിലേക്ക് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രം പറയാനുള്ളത്. ഇവിടെ വെള്ളം കയറിയാൽ ഇതൊരു തുരുത്തായി മാറുമെന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നു. KK രാമചന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ ചക്കാലക്കടവ് പാലം നിർമ്മാണത്തോടനുബന്ധിച്ച് സ്ഥലമേറ്റെടുപ്പ് നടക്കുന്നുണ്ട് എന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും പറയുന്നു. ആറ്റപ്പള്ളി റെഗുലേറ്റർ ബ്രിഡ്ജ് എന്നൊരു പദ്ധതി വരിക കാരണം ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ 2018 മുതൽ എല്ലാ വർഷവും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിനാശം, എല്ലാ കൃഷികളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറ്റപ്പള്ളി റെഗുലേറ്റർ ബ്രിഡ്ജിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതിൻ്റെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണം കാരണമാണ് നമ്മുടെ ഇപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ വെള്ളം മുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാതിരി തന്നെ ഞങ്ങൾക്ക് വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു രക്ഷാമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ പുഴ നേരിട്ട് ഒഴുകി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട MLA കാരണം നമുക്കിപ്പോൾ മാഞ്ഞൂർ ചക്കാലക്കടവ് പാലത്തിൻ്റെ സ്ഥലമേറ്റെടുക്കുന്ന നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും അതിൻ്റെ പാലത്തിൻ്റെ പണി കഴിച്ചു തരണം. ഞാൻ കാരണം വെച്ചാൽ 100-200 കുടുംബങ്ങളുടെ ഒരു ജീവൻ രക്ഷാമാർഗമാണ് ഈ ചക്കാലക്കടവ് പാലം. ഇനിയൊരു ദുരന്തത്തിൽ കലാശിക്കുന്നതിന് മുൻപേ മാഞ്ഞൂർ പ്രദേശത്തെ പ്രളയത്തിൽ നിന്നും സംരക്ഷിക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം.